ഹായ് വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്ന് നമുക്ക് റിസോൾവിങ് വെലോസിറ്റി, അതായത് നമ്മളൊരു പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുക അഡ്വാൻസ് ലെവലിൽ വന്നൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. അതിന് മുമ്പ് നമുക്ക് ഈ വെലോസിറ്റി റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു വെലോസിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ വെലോസിറ്റി മേക്കിംഗ് ആംഗിൾ തീറ്റ, അതായത് നമ്മളൊരു ബോൾ എടുത്തെറിയുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി വി ആണ്. അതും ഒരു തീറ്റ ആംഗിള് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി കോസ് തീറ്റയും അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സൈൻ തീറ്റ ആയിരിക്കും. അത് എപ്പോഴാണ് ആ വെലോസിറ്റികൾ ഉണ്ടാവുക? അറ്റ് ദ ടൈം ഓഫ് ത്രോ, അല്ലേ? നമ്മൾ പ്രൊജക്റ്റ് എറിയുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി വി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രൊജക്റ്റൈൽ മോഷന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത? പ്രൊജക്റ്റൈൽ മോഷന് ഹോറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ആ ഡയറക്ഷനിൽ നമുക്ക് എന്തില്ല, ഒരു ആക്സിലറേഷനോ ഡീസലറേഷനോ ഒന്നും അനുഭവപ്പെടാത്ത കാരണം ഹോറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. വെർട്ടിക്കൽ ഡയറക്ഷനിലെ വെലോസിറ്റി ആദ്യം എന്ത് ചെയ്യും? കുറഞ്ഞു വരും. മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ 0 ആവും, പിന്നെയും കൂടി വരും. ഗ്രൗണ്ടിൽ എത്തുമ്പോൾ നിൽക്കും. ഓക്കെ, നമുക്ക് ഗ്രൗണ്ടിൽ എത്തുന്ന വരെ കേസുകൾ അറിയുള്ളൂ. ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അത് മുന്നോട്ട് പോകേണ്ട, അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, വി എ വെലോസിറ്റിയിൽ ഉണ്ടെങ്കിൽ അതിനെ വി കോസ് തീറ്റയും വി സൈൻ തീറ്റ ആക്കാം. വി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, വി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കമ്പോണന്റ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഈ ഫോഴ്സുകളും വെക്ടറുകളൊക്കെ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടില്ല റിസോൾവ് ചെയ്യണേ? നമുക്ക് ഈ വെലോസിറ്റിനെ വേണമെങ്കിൽ എന്താണ് റിസോൾവ് ചെയ്യുന്നതിൻ്റെ അർത്ഥം? രണ്ട് വെക്ടറിന്റെ സമ്മായിട്ട് നമ്മൾ വീനെ എഴുതി. നമുക്ക് വേണമെങ്കിൽ പെർപെൻഡിക്കുലർ അല്ലാത്ത രണ്ട് വെക്ടറിന്റെ സമ്മായിട്ട് വീനെ എഴുതാം. ഓക്കെ, പെർപെൻഡിക്കുലർ അല്ലാത്ത ഇപ്പോൾ ഈ ഒരു വെലോസിറ്റിന് ഇവിടം വരെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് ഇങ്ങോട്ടൊരു ഒരു ലൈൻ ഒരു വെക്ടർ വരച്ചാലും അതിൻ്റെ സമ്മ് വി തന്നെയോ, അല്ലേ? അപ്പോൾ ആ വീനെ വെക്ടറിന്റെ വേറെ രണ്ട് വെക്ടറിന്റെ സമ്മായിട്ട് വേണമെങ്കിൽ എഴുതാം. പക്ഷെ അങ്ങനെ എഴുതിയിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പെർപെൻഡിക്കുലർ റിസോൾവിങ്ങിന്റെ ഒരു സുഖം കിട്ടില്ല. പെർപെൻഡിക്കുലർ ആയിട്ട് റിസോൾവ് ചെയ്ത് എന്താ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സൈൻ തീറ്റയും വി കോസ് തീറ്റയും ഇൻഡിപെൻഡന്റ് ആണ്, അല്ലേ? അതായത് നമ്മളിപ്പോൾ പറയാണ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റും വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ റിലേഷൻ ഉണ്ട്. എവിടെ? ഗ്രൗണ്ടിൽ എത്തുമ്പോൾ മാത്രം റിലേഷൻ ഉള്ളൂ, അത് ഒരു റിലേഷനും ഇല്ല. പക്ഷെ ഇത് ഈ വി നമ്മളെടുക്കുന്ന രണ്ട് റിസോൾവ് ചെയ്തപ്പോൾ രണ്ടെണ്ണം പെർപെൻഡിക്കുലർ അല്ലായിരുന്നെങ്കിലോ? പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടറിന്റെ കാരണം ഉണ്ടാവുന്ന എഫക്റ്റ് മറ്റേ വെക്ടറിന്റെ എഫക്റ്റും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഡിപ്പെൻഡന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഇതിനെ ഒരു വെക്ടറിനെ റിസോൾവ് ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ടെണ്ണമായിട്ട് റിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെയാണ്. ഓക്കെ, തീറ്റ ആംഗിൾ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എ ഗിവൺ ടൈം ഇൻസ്റ്റന്റ് ടിയിൽ എന്തായിരിക്കും? വി കോസ് തീറ്റ ഇൻറ്റു ടി ആയിരിക്കും. ഓക്കെ, വി കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെലോസിറ്റി ഇൻറ്റു ടി. നമ്മൾ ആക്സലറേഷന്റെ ടൈമുകളൊന്നും എഴുതുന്നില്ല, കാരണം ആക്സലറേഷൻ 0 ആണ്. നമ്മൾ എയർ ഫ്രിക്ഷനോ എയർ ഡ്രാഗോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെലോസിറ്റി വി കോസ് തീറ്റ ഇൻറ്റു ടി. ഈ ടി എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റിനേക്കാളും താഴെ ആയിരിക്കും കേട്ടോ. ടൈം ഓഫ് ഫ്ലൈറ്റ് കഴിഞ്ഞിട്ടുള്ള നമുക്കറിയില്ല, അതായത് ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി വി കോസ് തീറ്റ ആണോ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് വരെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വി കോസ് തീറ്റ ഇൻറ്റു ടി ആണ്. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് വി സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇതെങ്ങനെ വന്നേ? എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, ലീനിയർ ആക്സലറേഷന്റെ ആ ഒരു കോൺസ്റ്റന്റ് ആക്സലറേഷന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി വി സൈൻ തീറ്റ അറ്റ് ഇൻസ്റ്റന്റ് ടൈം ടിയിലുള്ള കണ്ടുപിടിക്കാനായിട്ട് മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ജി എന്താണ്? വെലോസിറ്റി മുകളിലേക്കാണ് ഇനീഷ്യലായിട്ടുണ്ടെങ്കിൽ ജി താഴോട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത് പ്ലസ് ഇവിടെ മൈനസ് എടുക്കാൻ കാരണം. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്കറിയാം ടൈം ഓഫ് ഫ്ലൈറ്റ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും, അല്ലേ? ഇങ്ങനെ ഒരു ത്രോ ചെയ്ത് ആദ്യം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കൂടി മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആവും. താഴെ എത്തുമ്പോൾ വീണ്ടും വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. അപ്പം നമുക്ക് ഈ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് അതിൽ കിട്ടുന്ന ടിയുടെ വാല്യൂ ആയിരിക്കും നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൈം ഞാൻ ടിക്ക് പകരം ക്യാപിറ്റൽ ടി കൊടുത്തു. അങ്ങനെ രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് ഹാഫ് ജി ടി സ്ക്വയറിന് അങ്ങോട്ട് കൊണ്ട് ഒരു ടി ഇൻറ്റും ക്യാൻസൽ ആയി. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ടി ഈക്വൽ 2v sin θ by g എന്ന് കിട്ടും. ഓക്കെ,
പക്ഷെ നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ടിക്ക് 0 കൊടുത്താലും എന്താണ് വി സൈൻ തീറ്റ ഇൻറ്റു ടി 0 മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ 0 സ്ക്വയർ. അപ്പോൾ ഇതും 0 ഈക്വൽ ടു 0. ടി 0 ആകുമ്പോൾ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ, നമ്മൾ ത്രോ ചെയ്യുന്ന ആ ഇൻസ്റ്റന്റിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എന്താണ് നമ്മുടെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതുകൊണ്ടാണ് ടി 0 ആകുമ്പോഴും ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ എക്സും വൈയും നമുക്ക് ടി തന്നിട്ടുണ്ടെങ്കിൽ എക്സും വൈയും കണ്ടുപിടിക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ പോയിന്റ്, അതായത് നമ്മൾ പ്രൊജക്റ്റിൽ ത്രോ ചെയ്യുന്ന പോയിന്റ് ഒറിജിൻ ആണെന്ന് ചോദിക്കുക. 0 0 ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റും വൈ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റും ആണ്. ഓക്കെ, അറ്റ് ഗിവൺ ടൈം ടിയിൽ നമുക്ക് എക്സും കണ്ടുപിടിക്കാം വൈയും കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ഇവിടെ ഇക്വേഷൻ എഴുതിയല്ലോ. എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ വി കോസ് തീറ്റ ഇൻറ്റു ടി ആണ്, വൈ എന്ന് പറഞ്ഞാൽ വി സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഓക്കെ, അപ്പം നമുക്ക് അതിന് പകരം ടൈം തന്നില്ല, അതിന് പകരം എക്സ് ആണ് തന്നത്. അതായത് ഇനീഷ്യൽ വെലോസിറ്റിയും ആംഗിളൊക്കെ തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് എക്സും കൂടി തന്നിട്ട് ചോദിക്കുകയാണ് ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആവുന്നത് എത്രാമത്തെ ടൈമിലാണ്, എത്രാമത്തെ സെക്കൻഡിലാണ്, അല്ലെങ്കിൽ എത്ര ഇൻസ്റ്റന്റിലാണ് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഈക്വൽ ടു വി കോസ് തീറ്റ ഇൻറ്റു ടി എന്ന ഇക്വേഷൻ കൊടുക്കുക. അതിൽ നിന്ന് ടി കണ്ടുപിടിക്കുക. ടി ഈക്വൽ ടു എക്സ് ബൈ വി കോസ് തീറ്റ. ഓക്കെ, അങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ടിയും വൈയും കണ്ടുപിടിക്കാം. ടി അല്ല വൈയും കണ്ടുപിടിക്കാം. വൈക്ക് പകരം ആ ടി കിട്ടിയില്ലോ. ടി എന്താണ്, എക്സ് ബൈ വി കോസ് തീറ്റ. എക്സ് ബൈ വി കോസ് തീറ്റ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ അല്ല, ടിയുടെ സ്ഥാനത്ത് എക്സ് ബൈ വി കോസ് തീറ്റ ഇട്ട് കൊടുത്താൽ മതി. വൈ എന്താണ്, വി സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. അപ്പോൾ ടിയുടെ സ്ഥാനത്ത് എക്സ് ബൈ വി കോസ് തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ടി തന്നു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാം, എക്സും വൈയും കണ്ടുപിടിക്കാം. പക്ഷേ എൻ്റെ ടി മാത്രം തന്നാൽ പോരാ, ഇനീഷ്യൽ വെലോസിറ്റി വിയും തരണം, ആംഗിൾ ഓഫ് പ്രൊജക്ഷനും തരണം. ഓക്കെ, അങ്ങനെയാണ് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിയും വൈയും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ വൈ തന്നാലോ, വൈ തന്നു കഴിഞ്ഞാൽ നമുക്ക് ടിയും എക്സും കണ്ടുപിടിക്കാം. പക്ഷെ നമ്മുടെ സൊല്യൂഷനിൽ നമുക്ക് 2 ടിയും 2 എക്സും ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? ഇങ്ങനെ നോക്കുക, നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്കൊരു വൈ തന്നു, അതായത് ഇതാണ് നമ്മുടെ വൈ എന്നിരിക്കുക. അതായത് 1 മീറ്റർ എന്ന് പറഞ്ഞു, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 1 മീറ്റർ എന്ന് പറഞ്ഞു. ആ 1 മീറ്ററിനെ കറസ്പോണ്ടിങ് ആവുന്ന ഇവിടെ ഒരു എക്സ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ് ഉണ്ട് അല്ലേ, 2 എക്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് 2 ടൈമും ഉണ്ടാവും. സോ അപ്പോൾ നമുക്ക് വൈ തന്നു കഴിഞ്ഞാൽ 2 ടി കിട്ടും. ഇനി നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇത് അഡ്വാൻസ്ഡ് JEE ലെവലിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എ ബോൾ ഈസ് ത്രോൺ ഫ്രം ദ ലൊക്കേഷൻ x0, y0 അറ്റ് 0 0, അതായത് ഒറിജിനലി ഇത് ത്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓഫ് എ ഹോറിസോണ്ടൽ പ്ലേ ഗ്രൗണ്ട് വിത്ത് ഇനീഷ്യൽ സ്പീഡ് ഓഫ് v0. ഇനീഷ്യൽ സ്പീഡ് v0 ആണ്. അറ്റ് ആൻ ആംഗിൾ θ0 ഫ്രം പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ നിന്നുള്ള ആംഗിൾ ആണ് പറഞ്ഞേക്കണേ. അതായത് നമ്മൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ഇതാണ്, അവിടെ നിന്നുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് എടുക്കുന്ന ആംഗിൾ θ0 വന്നിട്ടുണ്ട്. ദ ബോൾ ഈസ് ടു ഹിറ്റ് ബൈ എ സ്റ്റോൺ. എന്ത് ചെയ്യണം, ഒരു കല്ലിൽ പോയിട്ട് ഇടിക്കണം. വിച്ച് ഈസ് ത്രോൺ അറ്റ് ദ സെയിം ടൈം ഫ്രം ദ ലൊക്കേഷൻ x1, y1 ഈക്വൽ L, 0. ഓക്കെ, നമ്മളൊരു ബോൾ ഇങ്ങനെ ത്രോ ചെയ്യുന്നുണ്ട്, അതേ ടൈം തന്നെ ഒരു സ്റ്റോണും നമ്മൾ ത്രോ ചെയ്യാണ്. ഈ ബോളും സ്റ്റോണും തമ്മിൽ കൂട്ടിയിടിക്കണം. അതാണ് നമ്മുടെ കണ്ടീഷൻ. സ്റ്റോൺ എറിയുന്നത് എവിടെന്നാ, L എന്ന് പറഞ്ഞാൽ ഇത്തിരി ഒറിജിൻ ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്നാണ് സ്റ്റോൺ എറിയുന്നത്. ഓക്കെ, ദ സ്റ്റോൺ ഈസ് ത്രോൺ അറ്റ് an angle 180 minus θ1 ഫ്രം ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഓക്കെ ഓക്കെ, അപ്പോൾ സെയിം കണ്ടീഷനാണ് പറയുന്നത്. രണ്ടും പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ നിന്നുള്ള ആംഗിളുകളാണ് പറഞ്ഞത്. വിത്ത് സ്യൂട്ടബിൾ ഇനീഷ്യൽ സ്പീഡ്. സ്യൂട്ടബിൾ ഇനീഷ്യൽ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും നമുക്ക് തോന്നിയ സ്പീഡിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോളും ഈ കല്ലും കൂട്ടിയിടിക്കില്ല. അപ്പോൾ ഈ ബോളിൻ്റെ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സ്റ്റോണിൻ്റെ വെലോസിറ്റി ഇരിക്കുക. ഫോർ ദ ഫിക്സഡ് v0 when θ0, θ1 equal to 45, 45 the stone hit the ball after time t1. ഓക്കെ, ഒരു കണ്ടീഷൻ തന്നു. അതായത് 45 ഡിഗ്രിയും θ0 45 ഡിഗ്രിയും θ1 45 ഡിഗ്രി ആവുമ്പോൾ നമ്മുടെ ബോളും സ്റ്റോണും കൂട്ടിയടിക്കുക t1 ടൈമിന് ശേഷമാണ്. ഓക്കെ, വെൻ θ0 and θ1 is 60, 30 it hits the ball after time t2. In such a case t1 by t2 square is, നമ്മളൊക്കെ എന്ത് ചെയ്യണം, ആൻസർ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് ടൈപ്പ് ചെയ്ത് കയറ്റണം. ഓക്കെ, നമുക്ക് കണ്ടീഷൻ 1 ആദ്യം നോക്കാം. കണ്ടീഷൻ 1 എന്താ പറയുക, അതായത് ഇത് ജനറൽ കേസാണ്. ജനറൽ കേസിൻ്റെ ഫിഗർ നോക്കാം. അപ്പോൾ ബോൾ ത്രോ ചെയ്യുന്ന വെലോസിറ്റി v0. ഓക്കെ, സ്റ്റോൺ ത്രോ ചെയ്യുന്നത് L ഡിസ്റ്റൻസിൽ നിന്ന്, ഇവിടുന്ന് L ഡിസ്റ്റൻസിൽ സ്റ്റോൺ ത്രോ ചെയ്യുന്നു. മാത്രമല്ല അത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, 180 മൈനസ് തീറ്റ. ഓക്കെ, 180 മൈനസ് θ1. അപ്പോൾ ഇത് θ1 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും, ഈ ആംഗിളും θ1 ആയിരിക്കും അല്ലേ. ഇത് മൊത്തം 180 മൈനസ് θ1 ആണ്, ഈ ആംഗിൾ θ1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇവരുടെ ഡിസ്റ്റൻസ് L ആണ്.
ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇത് രണ്ട് കേസിനും ഇത് സെയിം ആണ്. ഇനി നമുക്ക് തീറ്റകളുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ തീറ്റ ഫസ്റ്റത്തെ കേസ് എന്താ, തീറ്റ 0 45 ആണ്, തീറ്റ 1 45 ആണ്. തീറ്റ 1 45 എന്ന് പറഞ്ഞാൽ 180 മൈനസ് 45 എന്ന് പറഞ്ഞാൽ ആംഗിൾ എത്രയോ 135. അപ്പോൾ ഈ ആംഗിൾ എത്രയോ 45. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, എന്തായിരിക്കും കൊളിഷനിലെ കൂട്ടിമുട്ടുമ്പോഴുള്ള പ്രത്യേകത എന്തായിരിക്കും? ഓക്കെ, എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ബോളിന്റെ കോർഡിനേറ്റ്സും സ്റ്റോണിന്റെ കോർഡിനേറ്റ്സും സെയിം ആയിരിക്കും. കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം നമ്മളിതിൽ എക്സ്, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. അപ്പോൾ എക്സും വൈ ആക്സിസിൽ നമുക്ക് ഒരു പോയിന്റ് എടുത്തെങ്കിൽ ആ പോയിന്റ് കോർഡിനേറ്റ്സ് എന്തായിരിക്കും നമുക്ക് അറിയാലോ. ആ പോയിന്റ് കോർഡിനേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ കോർഡിനേറ്റ്സ് ബോളിനെ സംബന്ധിച്ചും സ്റ്റോണിനെ സംബന്ധിച്ചും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബോളിന്റെ കോർഡിനേറ്റ്സ് ഫോർ ദ ടു കൊളൈഡ് ദ പോയിന്റ് ഓഫ് കൊളിഷൻ ദെയർ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് വിൽ ബി സെയിം. ഓക്കെ, അപ്പോൾ ബോളിനെ സംബന്ധിച്ച് അറ്റ് എ ടൈം T1 എന്ന് പറഞ്ഞാൽ സ്മോൾ T1 ആണ് പറയുന്നത്. അതായത് നമ്മൾ എല്ലാ ജനറലായിട്ട് ആ ബോളിന്റെ കോർഡിനേറ്റ്സ് നോക്കുകയാണെങ്കിൽ എക്സ് ബോളിന്റെ കോർഡിനേറ്റ് ഈക്വൽ ടു എന്താണ്, ഹോറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഇൻറ്റു ടൈം T1 അല്ലേ. V0 എന്നൊക്കെ തന്നിട്ടുണ്ട്. ബോളിന്റെ വെലോസിറ്റി V0 ആണ്. V0 ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു T1 ആണ് എന്താണ് എക്സ് ബോൾ എന്ന് പറയുന്നത്. കോസ് 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ 45 എന്നറിയാം. കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2. അപ്പോൾ V0/√2 ഇൻറ്റു T1 ആണ് ബോളിന്റെ കോർഡിനേറ്റ് അറ്റ് എനി പോയിന്റ് അറ്റ് എനി ഗിവൺ ടൈം T1. ദ കോർഡിനേറ്റ് ഓഫ് ബോൾ വിൽ ബി V0/√2 ഇൻറ്റു T1. അതുപോലെ തന്നെ വെർട്ടിക്കൽ കോർഡിനേറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, V0 സൈൻ തീറ്റ ഇൻറ്റു T1 മൈനസ് ഹാഫ് T1 സ്ക്വയർ എന്ന് എടുക്കണം. കാരണം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ, താഴോട്ടാണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആംഗിളിലൊക്കെ വാല്യൂ കിട്ടുമ്പോൾ V0/√2 ഇൻറ്റു T1 മൈനസ് ഹാഫ് T1 സ്ക്വയർ എന്ന് കിട്ടി. ഈ സ്റ്റോണിനെ സംബന്ധിച്ച് അതിൻ്റെ എന്താണ് പറയുക, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ L മൈനസ് V cos 45 ഇൻറ്റു T1 ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിന് ഇനീഷ്യലി L,0 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നിൽക്കുന്നത്. ഓക്കെ, അത് ഇങ്ങോട്ട് പോകുന്നതോടും ലെഫ്റ്റോട്ട് പോകുന്നതോറും അതിൻ്റെ കോർഡിനേറ്റ് കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ എന്താണ് എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ L മൈനസ് V cos 45 ഇൻറ്റു T1 ആണ്. കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. അപ്പോൾ L മൈനസ് V√2 ഇൻറ്റു T1. അതുപോലെ സ്റ്റോണിൻ്റെ Y കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ അത് എല്ലുമായിട്ടൊരു ഡിപ്പെൻഡൻസി ഇല്ല അല്ലേ, അപ്പോൾ V sin 45 ഇൻറ്റു T1 മൈനസ് ഹാഫ് T1 സ്ക്വയർ. ഓക്കെ, 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ് അത് കൊടുത്തത് നമ്മൾ. അപ്പോൾ നമ്മൾ എന്താണ് കൊളൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ബോളിൻ്റെ എക്സും സ്റ്റോണിൻ്റെ എക്സും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ബോളിൻ്റെ വൈയും സ്റ്റോണിൻ്റെ വൈയും സെയിം ആയിരിക്കും. അപ്പോൾ എക്സ് ബോൾ ഈക്വൽ എക്സ് സ്റ്റോൺ മാത്രമല്ല T1 അറ്റ് ദ ടൈം ഓഫ് കൊളീഷനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈമിന് അവർ T1 ക്യാപിറ്റൽ T1 ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം, സ്മോൾ T1 പകരം ക്യാപിറ്റൽ T1 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ, V0/√2 ഇൻറ്റു T1. അതാണ് എക്സ് ബോൾ വിച്ച് ഇസ് L മൈനസ് V/√2 ഇൻറ്റു T1. അപ്പോൾ ഇതിൽ ഇപ്പോൾ എല്ലും വിയും അറിയില്ല, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റില്ല. രണ്ട് അൺനോൺ ഉണ്ട് നമ്മുടെ ഇവിടെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബോൾ വൈയുടെ കോർഡിനേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇക്വേഷൻ രണ്ടും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ V0/√2 ഇൻറ്റു T1 മൈനസ് ഹാഫ് T1 സ്ക്വയർ ഈക്വൽ ടു V/√2 T1 മൈനസ് ഹാഫ് T1 സ്ക്വയർ. ഹാഫ് T1 സ്ക്വയർ നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ബാക്കി എന്താ ഉള്ളത്, V0/√2 ഇൻറ്റു T1 ഈക്വൽ ടു V/√2 ഇൻറ്റു T1. അപ്പോൾ അതിൽ T1 കട്ട് ചെയ്ത് പോയി, റൂട്ടും കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, V0 ഈക്വൽ ടു V ഓർ V ഈക്വൽ ടു V0. അതായത് നമ്മുടെ കല്ലിൻ്റെയും ബോളിൻ്റെയും വെലോസിറ്റി സെയിം ആയാൽ മാത്രമാണ് അവൻ എന്തുള്ളൂ, കൂട്ടിമുട്ടുള്ളൂ. ഓക്കെ, നമ്മൾ 45 ഡിഗ്രിയിൽ രണ്ടും എറിയുമ്പോൾ ആ രണ്ടും കൂട്ടിമുട്ടണമെങ്കിൽ രണ്ടിൻ്റെയും വെലോസിറ്റി സെയിം ആണ്. അതാണ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് സോൾവ് ചെയ്തപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഇനി നമുക്ക് T1/T2 ഹോൾ സ്ക്വയർ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് അല്ലേ, T1/T2 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് T1 കണ്ടുപിടിക്കണം. T1 കണ്ടുപിടിക്കാനായിട്ട് XV ഈക്വൽ ടു XL V ഈക്വൽ ടു V0 വാല്യൂ ഇട്ട് കൊടുത്തിരിക്കുന്നത് T1 നമുക്ക് എല്ലിൻ്റെ ടേംസിൽ കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഫൈൻഡിങ് T1 ഇൻ ടേംസ് ഓഫ് എൽ രണ്ടിൽ നമ്മൾ കൊടുത്തു. ഇവിടെ V2 വരെ V0 കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ മൈനസ് V0/√2 T1 ഉണ്ട്. അത് ഇങ്ങോട്ട് വരുമ്പോൾ 2 V0/√2 ഇൻറ്റു T1 വരും. 2/√2 എന്ന് പറഞ്ഞാൽ √2 ആണ്. ആ √2 ഇങ്ങോട്ട് പോകുമ്പോൾ T1 ഈക്വൽ ടു L/√2 ഇൻറ്റു V0 എന്ന് കിട്ടി. ഓക്കെ, പ്രോബ്ലം കഴിഞ്ഞിട്ടില്ല. നമുക്ക് T2 ഇതേപോലെ കണ്ടുപിടിക്കണം, എന്നിട്ട് അതിൻ്റെ റേഷ്യോ എടുക്കണം, എന്നിട്ട് സ്ക്വയർ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഫൈനൽ ആൻസർ ആവുക. അപ്പോൾ കേസ് 2 എന്താ, θ0 ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. ഈ ആംഗിൾ 60 ആണ്. θ1 ഈക്വൽ ടു 30 ഡിഗ്രി, അതായത് 180 മൈനസ് തീറ്റ. ഇത്
എത്രയാണ് 180 മൈനസ് 30 ആണ്. അപ്പോൾ ഇത് 180 മൈനസ് 30 ആണെങ്കിൽ ഇത് 30 ആയിരിക്കും. ഓക്കെ, സിമിലർലി എന്ത് ചെയ്യുക, നമുക്ക് ബോളിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് ബോൾ ഈക്വൽ ടു V0 cos 60 ഇൻറ്റു T2. cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതുപോലെ തന്നെ y ബോൾ ഈക്വൽ ടു V0 ഇൻറ്റു sin 60 ഇൻറ്റു T2 മൈനസ് ഹാഫ് ഇൻറ്റു GT2 സ്ക്വയർ. sin 60 എത്രയാണ്, √3/2. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സ്റ്റോണെ സംബന്ധിച്ച് അഗെയിൻ ലെങ്ത് മൈനസ് എടുക്കണം, കാരണം വെലോസിറ്റി എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത്, ലെഫ്റ്റോട്ടാണ് പോകുന്നത്. അപ്പോൾ L മൈനസ് V cos 30 ഇൻറ്റു √2 അല്ല ഇൻറ്റു T2. 30 എന്ന് പറഞ്ഞാൽ cos 30 എന്താ √3/2 ആണ്. അതുപോലെ തന്നെ സ്റ്റോണിൻ്റെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ V sin 30 ഇൻറ്റു T2 മൈനസ് ഹാഫ് GT2 സ്ക്വയർ. ഓക്കെ, sin 30 എത്രയാണ്, 1/2 ആണ്. അപ്പോൾ നമുക്കിത് കിട്ടി. അറ്റ് കൊളിഷനിൽ എന്തായിരിക്കും, ബോളിൻ്റെയും സ്റ്റോണിൻ്റെയും ഇത് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. അതായത് T2 ഈക്വൽ ടു T2 ആയിരിക്കും, ക്യാപിറ്റൽ T2. അപ്പോൾ V0/2 T2 ഈക്വൽ L മൈനസ് √3/V/2 ഇൻറ്റു T2. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നിന്ന് നമുക്ക് ഇപ്പം തന്നെ ഒരു റിലേഷനിലേക്ക് എത്തിക്കാൻ പറ്റില്ല, ഒരു നമുക്ക് ഉപകാരമുള്ള ഒരു വാല്യൂവിലേക്ക് എത്തിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് V0യും Vയും തമ്മിലുള്ള റിലേഷൻ കിട്ടണം. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ y-യും ഇക്വേറ്റ് ചെയ്യും അല്ലേ. y ബോൾ ഈക്വൽ ടു y സ്റ്റോൺ, ദാറ്റ് ഈസ് ഇതിങ്ങനെ എന്താണ് √3V0/2 T2 ഈക്വൽ ടു മൈനസ് ഹാഫ് GT2 സ്ക്വയർ ഈക്വൽ ടു V ഇൻറ്റു T2/2 മൈനസ് ഹാഫ് GT2 സ്ക്വയർ. അതിൽ ഹാഫ് GT2 സ്ക്വയർ എന്താ, രണ്ടിലുണ്ട്, രണ്ട് സൈഡിലുണ്ട്, രണ്ടും നെഗറ്റീവാണ്, കട്ട് ചെയ്ത് പോയി. പിന്നെ T2കൾ, പിന്നെ ബാക്കിയുള്ള T2കൾ കട്ട് ചെയ്ത് പോയി. പിന്നെ എന്താ √3V0/2 ഈക്വൽ ടു V/2, രണ്ട് 2ഉം കട്ട് ചെയ്ത് പോയി. ഓർ V ഈക്വൽ ടു √3V0. ഇനി എന്ത് ചെയ്യുക, ഈ V കിട്ടിയ വാല്യൂ നമ്മൾ ആദ്യം കിട്ടിയ നമ്മുടെ എന്താ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണെന്ന് കിട്ടിയ, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, എക്സ് കോർഡിനേറ്റ് സെയിം ആണെന്ന് കിട്ടിയ നമ്മളിപ്പോൾ ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടി, നമ്മുടെ ഇവിടെ എന്തായിരുന്നു, V ആയിരുന്നു. Vക്ക് വരെ √3V0 എന്ന് കൊടുത്തി. അപ്പോൾ √3 ഇൻറ്റു √3 എന്താ, 3 ആണ്. അപ്പം നമ്മൾ ഈ നെഗറ്റീവ് ഉള്ള ഈ സൈൻ ഫുള്ള് നമ്മൾ ഈ ഇക്വേഷൻ ഈ വാല്യൂ മൊത്തം നമ്മൾ എന്ത് ചെയ്തു, ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി. അപ്പം നമുക്ക് എന്ത് കിട്ടും, V0/T2 കോമൺ ആയിട്ട് എടുത്തു. പിന്നെ എന്തുള്ള ഇവിടെ ഒരു ഹാഫ് ഉണ്ട്, ഇവിടെ 3/2 മൈനസ് 3/2 ഇവിടെ പോകുമ്പോൾ പ്ലസ് 3/2. അപ്പോൾ അര പ്ലസ് 1/2 എത്രയാണ്, 2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് T2 ഈക്വൽ L/2V0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് T2ഉം കിട്ടി, T1ഉം കിട്ടി അല്ലേ. നമുക്കിവിടെ ചോദിക്കുന്നത് എന്താണ്, T1/T2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ T1 നമുക്കപ്പോൾ T1/T2 ആണ് നമ്മളോട് ചോദിക്കുന്നത്. T1/T2 എന്ന് പറഞ്ഞാൽ L/√2V0 ഡിവൈഡ് ബൈ L/2V0 എന്ന് പറഞ്ഞാൽ 2/√2 അല്ലേ. എല്ലാം കട്ട് ചെയ്യും, V0യും കട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ നമുക്ക് 2/√2 എന്ന് കിട്ടും, വിച്ച് ഇസ് √2. ആൻഡ് സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 2 എന്ന് ആൻസർ കിട്ടും. താങ്ക് യു.